ഹലോ, വെൽക്കം ബാക്ക് ടു പോക്കറ്റ്. നമ്മളുടെ കൂടെ നിന്നത് ഇറ്റാലിയൻ സ്റ്റൈലിലുള്ള ഇന്ത്യൻ മെയ്ഡ് ആയിട്ടുള്ള RS457 ആണ് നമ്മളുടെ കൂടെ നിന്നുള്ളത്. ഈ ഒരു ബീസ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞുതരാം. ട്വിൻ സിലിണ്ടറിൽ വെച്ചിട്ട് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വണ്ടി തന്നെ നമുക്ക് ഈ ഒരു Aprilia 457 നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അത്രക്കും ബ്യൂട്ടിഫുൾ ആണ്. ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിലും, ഇനിയിപ്പോൾ സൈഡിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിലും, ഈവൻ ബാക്കിലത്തെ ടെയിൽ ലൈറ്റ് വരെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഭയങ്കര ബ്യൂട്ടിയാണ് ഈ ഒരു വണ്ടി കാണാനായിട്ട്. 457cc DOHC ലിക്വിഡ് കൂൾ 270 ഡിഗ്രി ക്രാങ്ക് പാരലൽ ട്വിൻ സിലിണ്ടർ എഞ്ചിനാണ് നമ്മളുടെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. എപ്രിലയുടെ ഒരു ട്വിൻ സിലിണ്ടർ ബീസ്റ്റിനെ തന്നെയാണ് നമുക്കിന്ന് നമ്മളുടെ ഫ്രണ്ടിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞിട്ടുള്ള ഒരു വണ്ടിയാണ് ഈ ഒരു Aprilia 457 എന്ന് പറയുമ്പോൾ. എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇതിൻ്റെ ഒരു എൻജിൻ. ഈ എൻജിൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ വണ്ടിയില്ല. ഈ എൻജിനാണ് എല്ലാം ഈ ഒരു വണ്ടിയുടെ. ഈ ഒരു എൻജിൻ ാണ് ഇതിൻ്റെ ഒരു ഫ്രെയിം തന്നെ ഘടിപ്പിച്ചിരിക്കുന്നത്. 3 പീസ് ഫ്രെയിം എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ഈ കാണുന്ന ഒരു ഫ്രെയിം അലുമിനിയം ഫ്രെയിമാണ്. എൻജിൻ വന്നാണ് ഈ ഒരു ഫ്രെയിം കണക്ട് ചെയ്ത് പോയിരിക്കുന്നത്. അതേപോലെ തന്നെ 3 പീസ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇതൊരെണ്ണം, അതുപോലെ ഇതൊരെണ്ണം, ഇതും അലുമിനിയം തന്നെയാണ്. ഇതും എൻജിൻ വന്ന് തന്നെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റീലിൻ്റെ ഒരു ഫ്രെയിം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു ഫ്രെയിമും, അതായത് ഈ എൻജിൻ ഇതുമെന്ന് ഊരിക്കഴിഞ്ഞാൽ ഈ വണ്ടി ഇല്ല, അത്രേ ഉള്ളൂ. എൻജിന് ഭയങ്കരമായിട്ട് ഫോക്കസ് ആയിട്ട് ഇറക്കിയിട്ടുള്ള ഒരു പാരലൽ ട്വിൻ സിലിണ്ടർ എൻജിനാണ് നമുക്കിവിടെ മെയ്ഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഇതൊരു 270 ഡിഗ്രി ക്രാങ്കിൽ മെയ്ഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ട്വിൻ സിലിണ്ടർ എൻജിനാണെന്ന്. അതിൻ്റെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ തന്നെ ഒരു അൺഈവൻ ഫയറിംഗ് ആണ് ഈ ഒരു എൻജിൻ്റെ ഉള്ളിൽ തന്നെ നടക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മളുടെ ഒരു ഫസ്റ്റത്തെ ഒരു ക്രാങ്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ക്രാങ്ക് എന്ന് പറയുമ്പോൾ എല്ലാ വണ്ടിയിലും നമുക്കൊരു 180 ഡിഗ്രിയിലാണ് കാണാൻ പറ്റുക. ഈ ഒരു വണ്ടിയിൽ നമുക്ക് 270 ഡിഗ്രിയിലാണ് കാണുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് മോർ പവറാണ് കിട്ടുക. അൺഈവൻ ഫയറിംഗ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എല്ലാം ഒരു ഡിസോർഡർ ആയിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ ഡിസോർഡർ ആയിട്ടുള്ള ഒരു പവർ തന്നെയാണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തിട്ട് കിട്ടുന്നത്. ഇതിൻ്റെ ഒരു ക്രാങ്ക് മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സാധാരണ വണ്ടിയിൽ രണ്ടാമത്തെ ക്രാങ്ക് അടിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. മുകളിൽ നിന്ന് ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ക്രാങ്ക്, അതായത് അടിയിൽ നിന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, ഓൾമോസ്റ്റ് പകുതിക്കൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തത്. ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു പ്രവർത്തനം തന്നെ നടക്കുന്നുണ്ടാവുക. ലൈക്ക് അത്രയും പവർ നമുക്ക് കൂടുതൽ കിട്ടുകയാണ്. അത്രക്കും ഫയറിംഗ് ആണ് നമ്മളുടെ ഈ ഒരു എൻജിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. അത് നമുക്ക് പുറത്ത് റോഡിൽ ഓടിക്കുമ്പോൾ അതിൻ്റെ ടയേഴ്സിൽ നല്ല രീതിക്ക് തന്നെ അറിയണമുണ്ട്. ലൈക്ക് ഇപ്പോൾ ഒരു 2000-3000 RPM ശേഷം തന്നെ ഇതിൻ്റെ ഓൾമോസ്റ്റ് പവർ നമുക്ക് ടയേഴ്സിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു വണ്ടിയുടെ വേറൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ, അതിനു മുന്നേ ഞാൻ നിങ്ങൾക്ക് ഈ വണ്ടിയുടെ എക്സോസ് നോട്ട് ഒന്ന് കേൾപ്പിച്ചു തരാം. Aprilia. ഓക്കെ, വാവ്, ജസ്റ്റ് വെയിറ്റ് 1 sec. അപ്പോൾ ആ ഒരു ട്വിൻ സിലിണ്ടറിൻ്റെ ആ ഒരു ഗർജനം നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു വണ്ടി ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തിടുമ്പോൾ ആകെ കൂടി ഒരൊറ്റ ക്രാങ്ക് മാത്രമാണ് വർക്ക് ചെയ്യണത്. ദെൻ എപ്പോഴാണ് രണ്ടാമത്തെ ക്രാങ്കും കൂടി വർക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ, നമ്മൾ സാധാരണ ഒരു ട്വിൻ സിലിണ്ടറിൽ കണ്ടുവരുന്ന ഒരു എഞ്ചിനേ അല്ല, ആഫ്റ്റർ 2000 RPM ശേഷമായിരിക്കും രണ്ടാമത്തെ ക്രാങ്ക് വർക്ക് ചെയ്യണത്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ട് വണ്ടി മൂവ് ചെയ്യുമ്പോൾ മാത്രമാണ് രണ്ടാമത്തെ ഒരു ക്രാങ്ക് വർക്ക് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ ഇത് എന്തിനാണ് ഇങ്ങനെ പ്രവർത്തിക്കണത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ട്രാഫിക്കിലൊക്കെ നമ്മൾ വണ്ടി നിർത്തിയിടുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടിയും ഫ്യൂവല്, പൊതുവേ ഈ ഒരു വണ്ടിക്ക് മൈലേജ് കുറച്ച് കുറവാണെങ്കിലും അവർ ഒന്നുകൂടി ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. മൈലേജ് ഒന്നുകൂടിയും കൂട്ടാൻ വേണ്ടിയിട്ട്, ഒന്നുകൂടിയും ഫ്യൂവൽ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഒറ്റ ക്രാങ്കിൽ ഈ ഒരു വണ്ടി വർക്ക് ചെയ്യണത്. ദെൻ എൻജിൻ്റെ ഒരു അടുത്ത സെക്ഷനിലേക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ ഒരു ഓയിലിൻ്റെ ഒരു സെക്ഷൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാറിലൊക്കെ വരുന്ന പോലെ ഇതിൻ്റെ ഒരു ഓയിൽസ് എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മളുടെ ഒരു ഓയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു സ്ഥലം എന്ന് പറയാനുണ്ടെങ്കിൽ, നമ്മളുടെ ഈ ഒരു പോർഷൻ കണ്ടില്ലേ, ഈ ഒരു Aprilia എന്നും പറഞ്ഞിട്ടുള്ള ഈ ഒരു കവറിങ്, ഇതാണ് നമ്മളുടെ ക്ലച്ചിൻ്റെ സെക്ഷൻ. ഇനി നമുക്ക് അപ്പുറത്തേക്ക് വരാം. ഈ ഒരു എൻജിൻ മൊത്തത്തിലൊരു പ്രത്യേക തരത്തിലുള്ള ഒരു ഡിസൈൻ തന്നെയാണ്. ഈ അപ്പുറത്തേക്ക് വരുമ്പോൾ ഈ ഒരു കാണുന്ന ഈ ഒരു സെക്ഷനാണ് നമ്മളുടെ ഒരു ഗിയറിൻ്റെ സെക്ഷൻ വരുന്നത്. അപ്പോൾ ഈ ഒരു ഓയിൽ സംബിൽ നിന്ന് ഒന്നും കൂടി നമുക്ക് അടിപൊളിയായിട്ട് ഇപ്പോൾ ഈ ഒരു ഗിയറിൻ്റെ ഒരു പോർഷൻ നല്ലോണം ലൂബ്രിക്കേറ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് തന്നെ ഓയിലെല്ലാം നല്ല രീതിയിൽ തന്നെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. എൻജിൻ്റെ അടുത്തൊരു ഭാഗത്തേക്ക് എടുത്ത് നോക്കുമ്പോൾ 2 ഇറിഡിയം സ്പാർക്ക് പ്ലഗ് ആണ് വരുന്നത്. വേറെ ഒന്നുമല്ല, സ്പാർക്കിംഗ് നല്ല അടിപൊളിയായിട്ട് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ലോങ് ലാസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ആ ഒരു സെക്ഷൻ തന്നെ ഇവരുടെ കയ്യിൽ കൊടുന്ന് വെച്ചിരിക്കുന്നത്.
അങ്ങനെ ഇത്രയൊക്കെ കൂട്ടി പെരുക്കി വെച്ചിട്ടുള്ള ഈ ഒരു എൻജിൻ നമ്മൾക്ക് തരുന്ന ഒരു പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ഒരു 47.6 BHP അറ്റ് 9400 RPM ഇതിൻ്റെ ഒരു BHP വരുമ്പോൾ, അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ടോർക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 43.5 Nm ടോക്ക് അറ്റ് 6700 RPM ഈ ഒരു വണ്ടിയുടെ ടോക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഊഹിക്കാന്നുള്ളതുള്ളൂ എന്താണ് എപ്രിലിയ 457 ഒരു പെർഫോമൻസ് എന്ന് പറയുമ്പോൾ. പ്രത്യേകിച്ച് 270 ഡിഗ്രി ക്രാങ്കിലും കൂടി ആകുമ്പോൾ എത്രത്തോളം ഈ ഒരു വണ്ടിയുടെ ഫയറിങ്, ഇതിൻ്റെ ഉള്ളിൽ എന്തോരം തരത്തിലുള്ള ഒരു ഫയറിംഗ് ആണ് നടക്കുന്നത്. ആ ഫയറിങ്ങോട് കൂടിയിട്ട് തന്നെ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പെർഫോമൻസ് പുറത്തേക്ക് വരുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ എൻജിൻ്റെ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ വലിയൊരു ഭാഗം തന്നെയാണ്. അതേപോലെ തന്നെ വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. നമുക്കിവിടെ ഒരു എയറോ കീ പോലൊരു ഒരു സംഭവം കാണാൻ വേണ്ടി പറ്റും. ഇത് വേറൊന്നല്ല, വണ്ടി ഒരു 90 ഡിഗ്രിയോളം വണ്ടി ചെരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ ത്രോട്ടെല്ലാം കട്ട് ചെയ്ത് ഓഫായി പോണതായിരിക്കും. വേറൊന്നല്ല, നമ്മൾ വണ്ടി ചെരിഞ്ഞിട്ടും വണ്ടി ഓണായിട്ട് വേറെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് എപ്രിലിയ പരമാവധിനെ ഒഴിവാക്കിയിട്ടുള്ള രീതിയിലാണ് ഇതൊന്ന് മെയ്ഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അവർ. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വണ്ടിയിൽ ട്രാക്ഷൻ കൺട്രോൾ വന്നിട്ടുണ്ട്. അതായത് 3 തരത്തിലാണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ ട്രാക്ഷൻ കൺട്രോൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്: എക്കോ, റെയിൻ, സ്പോർട്സ്. അപ്പോൾ ഈ 3 ട്രാക്ഷൻ കൺട്രോളിലും 3 തരത്തിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ സ്പോർട്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പോർട്സിൽ ATC 1 എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, 2 ഉണ്ടാവും, 3 ഉണ്ടാവും. 1 എന്ന് പറയുമ്പോൾ കുറച്ച് മാത്രം ട്രാക്ഷൻ കൺട്രോൾ വർക്കിംഗ് ആവുള്ളൂ, കുറച്ച് വെയിറ്റ് ഉണ്ടാവുള്ളൂ എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം. 2 എന്ന് പറയുമ്പോൾ ഒരു മീഡിയം ലെവൽ, 3 എന്ന് പറയുമ്പോൾ ഹൈ ലെവൽ, ഭയങ്കരമായിട്ട് ട്രാക്ഷൻ കൺട്രോൾ വർക്കിംഗ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. എക്കോയിലും ഉണ്ട് ഈ പറഞ്ഞ 3 തരം മോഡ്, അതേപോലെ തന്നെ റെയിനിലും ഉണ്ട്, സ്പോർട്സിലും ഉണ്ട്. ദെൻ നമുക്ക് ഈ ഒരു വണ്ടിയിൽ സ്ലിപ്പർ ക്ലച്ചും കൂടിയാണ് ഏടത്. ക്വിക്ക് ഷിഫ്റ്റർ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഒരു സ്റ്റോക്ക് വണ്ടിയിൽ ക്വിക്ക് ഷിഫ്റ്റർ വരുന്നില്ല. ഒരു 27 ഒരു 30,000 കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ക്വിക്ക് ഷിഫ്റ്റർ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ദെൻ ഇതിൻ്റെ സസ്പെൻഷൻ്റെ സൈഡ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 41 mm ഒരു 120 mm ട്രാവൽ വരുന്ന ഒരു പ്രീലോഡ് അഡ്ജസ്റ്റബിൾ USD ഫോക്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 130 mm ട്രാവൽ വരുന്ന ഒരു പ്രീലോഡ് അഡ്ജസ്റ്റബിൾ മോണോഷോക്ക് സസ്പെൻഷനും കൂടിയാണ് നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. ദെൻ അടുത്തതായിട്ട് ഇതിൻ്റെ ഒരു ഡിസ്കിൻ്റെ സെക്ഷനിലേക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട് സൈഡിൽ 320 mm വൈബ്രയുടെ ഒരു ഡിസ്ക്കാണ് നമുക്ക് ഇതിൽ വരുന്നത്. അതേപോലെ തന്നെ ബാക്ക് സൈഡിലേക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 220 mm ഡിസ്ക്കാണ് നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിൽ വരുന്നത്. യെസ്, പിന്നെ ഈ ഒരു വണ്ടിക്ക് അണ്ടർ ബെല്ലി എക്സോസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. അതായത് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സെക്ഷൻ വരെ 2 എണ്ണമായിട്ടാണ് വന്നിരിക്കുന്നത്. ദെൻ ഇവിടുന്ന് അങ്ങോട്ട് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ പൈപ്പായിട്ടാണ് നമുക്ക്, ഒരു സിംഗിൾ പൈപ്പായിട്ടാണ് നമുക്ക് ഇവിടുന്ന് പോയിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവരിത് മെയ്ഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കൊള്ളാം, മൊത്തത്തിൽ ഒരു സ്പോർട്ടി ലുക്കോട് കൂടിയിട്ടുള്ള ഒരു ബീസ്റ്റ് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും എപ്രിലിയ 457. ദെൻ ഇതിൻ്റെ ഒരു ഹെഡ്ലൈറ്റിൻ്റെ സെക്ഷൻ. യെസ്, എന്താ പറയുക, ഇതിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ എനിക്ക് കൊതിയാവാണ്. അപ്പോൾ ഇത്രക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്വിൻ സിലിണ്ടർ ബൈക്ക് തന്നെയാണ് നമ്മുടെ ഫ്രണ്ടിലുള്ളത്. ഇതിൻ്റെ ഒരു ഫ്രണ്ട് സൈഡിലത്തെ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഒരു സെക്ഷൻ ഞാൻ പറഞ്ഞുതരാം. ഈ കാണുന്നതാണ് നമുക്ക് ഡിം ആയിട്ട് വരുന്നത്. ഈ ഒരു സെക്ഷനാണ് നമുക്ക് ഡിം ആയിട്ട് വരുന്നത്. അതേപോലെ തന്നെ ബ്രൈറ്റ് ആയിട്ട് വരുന്നത് ഈ ഒരു സെക്ഷനാണ്. ഇത് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്നുകൂടിയും സ്ട്രെയിറ്റ് ആക്കി വെക്കാൻ വേണ്ടി പറ്റും. ദെൻ ഈ ഒരു വണ്ടിയുടെ ടയേഴ്സിൻ്റെ സെക്ഷനിലേക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 17 ഇഞ്ച് വീൽസ് ആണ് നമുക്ക് ഇതിൽ 2 സൈഡിലും വരുന്നത്. ദെൻ ഈ ഒരു വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുമ്പോൾ അതിന് മുന്നായിട്ട് ഞാൻ എൻ്റെ ഒരു ഹൈറ്റ് ഞാൻ പറഞ്ഞുതരാം. 5.5 ആണ് എൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുമ്പോൾ 800 mm ആണ് ഇതിൻ്റെ ഒരു സീറ്റ് ഹൈറ്റ് എന്ന് പറയുമ്പോൾ. ഞാൻ ജസ്റ്റ് ഒന്ന് കയറിയിരുന്ന് കാണിച്ചു തരാം. യെസ്, എനിക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ എനിക്ക് ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു വണ്ടിയുടെ വെയിറ്റ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഇത്രയും വെയിറ്റ് കുറവായതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു വണ്ടി അടിപൊളിയായിട്ട് തന്നെ എനിക്ക് യൂ ടേൺ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ സുഖമായിട്ട് തന്നെ പറ്റുന്നുണ്ട്. ഈവൺ എനിക്ക് ബാക്കിലേക്ക് വലിക്കാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് വേറൊരാളുടെ ഹെൽപ്പിൻ്റെ ഒരു ആവശ്യം എനിക്ക് വരുന്നില്ല. പിന്നെ എപ്പോഴാണ് ഈ ഒരു വണ്ടിയിൽ എനിക്ക് ചെറിയൊരു ഡിസ്റ്റർബൻസ് തോന്നിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ യൂ ടേൺ എടുക്കുമ്പോൾ തന്നെ വെയിറ്റ് ഇല്ല, ഓക്കെ പക്ക അത് കറക്റ്റാണ്, വെയിറ്റ് ഇല്ല ഓക്കെ. പക്ഷേ യൂ ടേൺ എടുക്കുമ്പോൾ ഈ ഒരു ഹാൻഡിൽ ഇങ്ങോട്ട് വളയ്ക്കുമ്പോൾ കൈ ഇവിടെ വന്ന് തട്ടണതായിട്ട് അതെനിക്കെന്തോ ഒരു ഭയങ്കര ഡിസ്കംഫേർട്ടായിട്ട് എനിക്ക് തോന്നി. നമ്മുടെ കൈ ഇവിടെ വന്ന് തട്ടുന്നുണ്ട്, അതെനിക്ക് കുറച്ച് ഡിസ്കംഫേർട്ടായിട്ട് തോന്നി. ഓക്കെ, അതർവൈസ് ഈ ഒരു വണ്ടി നമുക്ക് സുഖമായിട്ട് തന്നെ നമുക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ നമുക്ക് ഇതിൻ്റെ സ്വിച്ചസിൻ്റെ സെക്ഷനിലേക്ക് എടുത്ത് നോക്കി നോക്കാം. യെസ്, എപ്രിലിയ ടു ബി എ റേസർ.
അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ഒരു ഡിസ്പ്ലേ നമുക്ക് ഓണായി വരുന്നത്. ഓക്കെ, നമുക്കിത് ഇവിടെ കിൽ സ്വിച്ച് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു മോഡ് മാറ്റാനുള്ള ഒരു ഓപ്ഷനാണ്. അങ്ങനെ മോഡ് മാറ്റാനുള്ളൊരു സ്വിച്ചാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. ദെൻ നമുക്കിത് ഇവിടെ മുകളിലായിട്ടൊരു ഡിം ബ്രൈറ്റ് അതിൻ്റെ അതുപോലെ തന്നെ പാസ് അടിക്കാനുള്ള ഒരു സ്വിച്ച് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ദെൻ ഈ ഒരു മീറ്റർ നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള കുറച്ച് സ്വിച്ചസ്, ജോയ്സ്റ്റിക്ക് പോലെ നമുക്ക് കുറച്ച് സ്വിച്ചസ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ്, ദെൻ ഏപ്രിലയുടെ ഒരു ഹോൺ. ഇത് തന്നെ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്തിടണം എന്നുണ്ടെങ്കിൽ ഈ സ്പോർട്സിൽ ATC 1 വെച്ചിട്ട്, സ്പോർട്സിൽ തന്നെ ATC 1 വെച്ചിട്ട് നമുക്കിത് ഈ ഒരു സ്വിച്ച് നമുക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഓഫായി പോകണമായിരിക്കും, ATC ഡിസേബിൾഡ്. ഓക്കെ, ആൻഡ് നമുക്ക് ABS ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ ഒരു സ്വിച്ചാണ് നമുക്ക് ABS ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ABSും ഓഫായി പോകണതായിരിക്കും, റിയർ ABS ഡിസേബിൾഡ്. ദെൻ ഈ ഒരു വണ്ടിയിൽ ഒരുപാട് ഓപ്ഷൻസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ വീഡിയോ ചെയ്യാനായിട്ട് തന്നെ നമുക്ക് ഇപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോകും. ചെറിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമ്മളുടെ ഇവിടെ ഈ ഒരു സ്വിച്ച് അമർത്തുമ്പോൾ തന്നെ ഫസ്റ്റിലുള്ള ഈ ഒരു സെറ്റിങ്സിൻ്റെ ഈ ഒരു എംബ്ലം കണ്ടിട്ടുണ്ടെങ്കിൽ 2139 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറഞ്ഞാണ് വരിക. അത്രയും കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വണ്ടി സർവീസിൻ്റെ ഡേറ്റ് ആയി എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ ഇവിടെ ഫ്യൂല് കാണിക്കും. പിന്നെ വണ്ടി ഓക്കെ എന്ന് കാണിച്ചു കഴിഞ്ഞാൽ മാത്രമാണ്, ആ ടെമ്പറേച്ചർ കറക്റ്റ് ആയി കഴിഞ്ഞാൽ ഓക്കെ എന്ന് കാണിക്കും. അത് കാണിച്ചാൽ മാത്രമാണ് വണ്ടി മൂവ് ചെയ്യാൻ പാടുള്ളൂ. ദെൻ നമുക്ക് ഇതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്, നമുക്ക് ടേൺ ടു ടേൺ നാവിഗേഷൻ ഉണ്ട്. ഇതിൻ്റെ ഒരു ആപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു 3 years വരെ നമുക്ക് ഫ്രീ ആണ്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ 3 വർഷമായിട്ടില്ല വണ്ടി ഇറങ്ങിയിട്ട്, അതിൻ്റെ അപ്പുറത്തേക്ക് അവരത് ക്യാഷ് കൊടുത്ത് മേടിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ആക്കുമോ എന്നുള്ളത് അറിയില്ല. എന്തായാലും നിലവിലിപ്പോൾ ഫ്രീ ആണ് ഇതിൻ്റെ ഒരു ആപ്പ് എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു ആപ്പ് ത്രൂ നമുക്ക് ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും, ബ്ലൂടൂത്ത് ആവട്ടെ, കോൾ കണക്റ്റിംഗ് ആവട്ടെ, അതേപോലെ തന്നെ ടേൺ ടു ടേൺ നാവിഗേഷൻ, ഇങ്ങനത്തെ ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഓടിച്ചുകൊണ്ട് തന്നെ ആവാം. ഓക്കെ, ഒരുപാട് ഞാനിട്ട് വലിപ്പിക്കുന്നില്ല. ഈ ഒരു വണ്ടിയുടെ പവർ എന്താണെന്നുള്ളത്, 270 ഡിഗ്രി ക്രാങ്ക് വരുന്ന ഈ ഒരു ബീസ്റ്റിൻ്റെ പവർ എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വാവ്, ആ ഒരു ഗർജനം കണ്ടില്ലേ നിങ്ങൾ? യെസ്, അപ്പോൾ ഈ ഒരു വണ്ടിയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് ഗിയർ, ഓക്കെ, wow, again open road. അപ്പോൾ എത്ര എളുപ്പത്തിലാണ് ഈ ഒരു വണ്ടി 170 അടിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവും. എന്താണ് 47.6 bhp, 43.5 Nm ടോർക്ക് എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലായി. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ട്വിൻ സിലിണ്ടർ പെർഫോമൻസ് തന്നെയാണ്. എത്ര എളുപ്പത്തിലാണെന്നറിയോ? എനിക്ക് തോന്നുന്നു ഈ ഒരു വണ്ടിയുടെ ഏറ്റവും കൂടുതൽ പ്രണയത്തിലായ എനിക്ക് തോന്നുന്നു KTM യൂസേഴ്സ് ആയിരിക്കാം, മേ ബി, ഐ തിങ്ക് സോ. ഒരു ട്വിൻ സിലിണ്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുക എന്താണ്, കുറച്ചും കൂടിയും റിഫൈൻമെൻ്റ് ആയിട്ട് കുറച്ചും കൂടി സമാധാനത്തിൽ ഓടിച്ചു പോവുക, അങ്ങനത്തെ ഒരു മൈൻഡിലായിരിക്കും നമ്മളൊരു ട്വിൻ സിലിണ്ടർ ഓടിക്കുക. എന്നാൽ ഇവൻ സമാധാനം തരുന്നില്ല എന്നൊന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് Aprilia 457 പറയും ഞാൻ കുറച്ച് പവർഫുൾ ആയിട്ടുള്ളവൻ തന്നെയാണ്, അതുകൊണ്ട് കുറച്ച് സമാധാനം ഞാൻ തരുള്ളൂ, അധികം സമാധാനം പ്രതീക്ഷിച്ചിട്ട് ഇങ്ങോട്ട് വരണ്ട എന്ന് തന്നെയാണ് ഈ ഒരു എൻജിൻ നമ്മളുടെ അടുത്ത് പറയണത്. അത്രക്കും ട്വിൻ സിലിണ്ടറിൽ ഒരു ബീസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു Aprilia 457 എന്ന് പറയുമ്പോൾ. നിങ്ങളിപ്പോൾ ഒരു 6ാമത്തെ ഗിയറിൽ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ സ്പീഡിൽ ഒരു 35 പോവുക,
അതേ 35-ൽ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ 6ാമത്തെ ഗിയറിൽ നിന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഇതേ ഈ ത്രോട്ടൊന്നും ഇങ്ങനെ കൊടുത്താൽ മതി, അവ ഇങ്ങനെ ചുമ്മാ കയറി പൊക്കോളും. ജസ്റ്റ് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാകും. ഒരു എഫോർട്ടും ഇല്ലാണ്ടാണ് ഇതിൻ്റെ ഒരു 0 to 100 എത്തുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 5 സെക്കൻഡിൽ തന്നെ 0 to 100 ഇത് ടച്ച് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. ദെൻ ഇതെനിക്ക് ഓടിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഈ ഒരു വണ്ടി യു ടേൺ എടുക്കുമ്പോൾ മാത്രമാണ് ഈ ഒരു വണ്ടി എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയുള്ളത്. അത് വേറെ ഒന്നുമില്ല, നമ്മുടെ കൈ ഇവിടെ വന്ന് തട്ടിയിട്ട്. അതർവൈസ് ഈ ഒരു വണ്ടി അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ ഇതിൻ്റെ ഒരു ഗിയറിൻ്റെ സെക്ഷനേക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈറ്റാണ് ഇതിൻ്റെ ഒരു ഗിയറിൻ്റെ സെക്ഷനേക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അതേ സൈഡ് തന്നെ ക്ലച്ച് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഴമാണ്. ഇതിന് വൈബ്രേഷൻസ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ട്വിൻ സിലിണ്ടർ ബൈക്കേഴ്സിന് പൊതുവെ വൈബ്രേഷൻസ് ഉണ്ടാകാൻ പാടില്ല, കുറവായിരിക്കും. പക്ഷെ ഇവനുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ കുറച്ച് പവർഫുള്ളും കുറച്ച് ജീവനോട് കൂടി നടക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് കുറച്ച് വൈബ്രേഷൻസ് ഒക്കെ ഉണ്ട്. യെസ്, കുറച്ച് വൈബ്രേഷൻസ് ഒക്കെ ഉണ്ട്. എന്നാലും നമുക്കത് ഭയങ്കര ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വൈബ്രേഷൻസ് അല്ല. ഈ ഒരു വണ്ടിയുമേ എപ്പോൾ വന്ന് കയറിയിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും കൈ കൊടുത്തു പോകുന്നുള്ളൊരു ടെൻഡൻസി ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ദെൻ ഇതിൻ്റെ ഒരു ബ്രേക്കിങ്ങിൻ്റെ സെക്ഷനിലേക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബ്രേക്കിംഗ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ യെസ്, സംടൈംസ് നല്ല ബ്രേക്കിംഗ് ആണ്. പക്ഷേ ഒരു വിധപ്പെട്ട ഒരു 70% നമ്മൾ വിചാരിച്ച പോലൊന്നല്ല ഈ ഒരു വണ്ടിയുടെ ബ്രേക്കിങ്ങിൽ നമുക്ക് ഫീൽ കിട്ടുന്നത്. കാരണം പിടിക്കുന്നു, എപ്പോഴൊക്കെ നിൽക്കുന്നു. സംടൈംസ് ഇത് പെട്ടെന്ന് നിൽക്കുന്നുണ്ട്, പക്ഷേ ചില സമയത്ത് ഇത് തോന്നിയ ടൈമിൽ നിൽക്കും. എന്തോ ഇതിൻ്റെ ഒരു ABS പെട്ടെന്ന് കയറി പിടിക്കുന്നതാണ്, എന്തോ ഒരു ഐഡിയ കിട്ടില്ല. സത്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ ബ്രേക്കിങ്ങിൽ ഒരു ഐഡിയ കിട്ടില്ല. ദെൻ ഇതിൻ്റെ ഒരു സസ്പെൻഷൻ്റെ സൈഡ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീലോഡ് അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ്. ഒരു 150, 160 ഞാൻ കർവ് അടിക്കുമ്പോൾ, ഇപ്പോൾ ഹൈവേയിൽ തന്നെ കർവ് അടിക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ എനിക്ക് കംഫർട്ട് തരുന്നുണ്ട്. എങ്കിലും ഇതിൻ്റെ ടയേഴ്സ് ഒന്നുകൂടി അടിപൊളിയാക്കി കഴിഞ്ഞാൽ ഒന്നുകൂടിയും കോൺഫിഡൻസ് തരുന്നതായിരിക്കും. സസ്പെൻഷൻ്റെ സൈഡ് ഓക്കെ, ഗുഡ് എന്ന് തന്നെ നമുക്ക് പറയാം. ദെൻ ഇതിൻ്റെ ഒരു സിറ്റിംഗ് പൊസിഷൻ ഒരുപാട് അഗ്രസീവ് ആയിട്ടല്ല ഇരിക്കുന്നത്. എന്നാൽ അഗ്രസീവ് ആണെന്ന് വെച്ചാൽ അഗ്രസീവ് തന്നെയാണ്. പക്ക ഒരു ട്രാക്ക് സ്പെക്, ആ ഒരു ട്രാക്ക് സ്പെക്കോട് കൂടിയിട്ടുള്ള സിറ്റിംഗ് പൊസിഷൻ തന്നെയാണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ വന്നിരിക്കുന്നത്. ദെൻ നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഹീറ്റിങ്ങിൻ്റെ സെക്ഷനിലേക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ഹീറ്റിംഗ് ഒന്നും അങ്ങനെ കാര്യമായിട്ട് നമ്മൾ അറിയണില്ല. പക്ഷേ ഇതൊരു സിറ്റിയിലേക്കൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാലൊക്കെ അത്യാവശ്യം രീതിയിൽ തന്നെ ഹീറ്റ് ചെയ്ത് നമുക്ക് കുറച്ച് ഡിസ്കംഫർട്ട് തരും. നമുക്ക് ഇവിടുന്ന് യു ടേൺ എടുക്കാം. ഈ ഒരു വണ്ടി ആർക്കൊക്കെ എടുക്കണം എന്നുള്ളതിൻ്റെ ചെറിയൊരു ഉദാഹരണം കിട്ടിയിട്ടുണ്ടാവും. യെസ്, ഒരു KTM, ഒരു സിംഗിൾ സിലിണ്ടർ ഓടിച്ചിട്ടുള്ള ഒരു KTM ഭ്രാന്തനെ ഒരു ട്വിൻ സിലിണ്ടറിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അവർ ഈ ഒരു വണ്ടിയുമേ നല്ല രീതിയിൽ തന്നെ സൂട്ട് ആയിക്കോളും. അവരുടെ ടേസ്റ്റിനോടൊത്ത് ചേർന്നിട്ടുള്ള തരത്തിലാണ് ഈ ഒരു വണ്ടിയുടെ എല്ലാ ഘടനയും എടുക്കുന്നത്. യെസ്, പവറിന് പവർ വാരിക്കൂരി തരാണ്. റിഫൈൻമെന്റിന് അത്യാവശ്യത്തിൽ കൂടുതൽ റിഫൈൻമെന്റും ഉണ്ട്. അതുപോലത്തെ ഒരു പ്രത്യേക തരം ക്യാരക്ടറുള്ള ഒരു എൻജിൻ തന്നെയാണ് നമ്മളുടെ എപ്രിലിയ 457. യെസ്, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ എപ്രിലിയ 457ൻ്റെ വിശേഷങ്ങൾ. ദെൻ നമുക്ക് ഈ ഒരു എപ്രിലിയ 457 പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നടത്തറയിലത്തെ ഈ ഒരു ഷോറൂമാണ് നമുക്ക് ഈ ഒരു വണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, അവരാൻ അസോസിയേറ്റ്സ്. അപ്പോൾ ഇനി നമുക്ക് ട്യൂണോ വരാൻ വേണ്ടി കിടക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു April 1 കൂടിയിട്ട് തന്നെ ട്യൂണോ വരുന്നതാണ് അവർ പറഞ്ഞത്. ഇവനോ ഇങ്ങനെ, അപ്പം ഇനി അവൻ എങ്ങനെയായിരിക്കും, ലെറ്റ്സ് സീ, നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഈ ഒരു ഏപ്രിലിയുടെ ഒരു കുഞ്ഞു വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു വണ്ടി മേടിക്കണം, ടെസ്റ്റ് ഡ്രൈവ് അടിക്കണം എന്നുള്ളവരൊക്കെ നേരെ ഇങ്ങോട്ടേക്ക് പോകുന്നു. നടത്തറ സിഗ്നൽ കഴിഞ്ഞാൽ തന്നെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും അവരാൻ അസോസിയേറ്റ്സ്. ഈ ഒരു ഷോറൂമാണ് നമുക്ക് ഈ ഒരു വണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അടിയിൽ മെൻഷൻ ചെയ്യാം. വിളിച്ചിട്ട് ഇങ്ങോട്ട് വന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിക്കുക, എടുക്കേണ്ട കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോൾ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് RS 457, എപ്രിലിയ RS 457 ആണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. നെയ്ക്കഡ് ലവേഴ്സിനായിട്ട് April 1 കൂടിയിട്ടൊക്കെ നമുക്ക് ട്യൂണോ ഇറങ്ങും. അപ്പോൾ സ്റ്റേ ട്യൂൺ, അതിൻ്റെ ഒരു വീഡിയോ എന്തായാലും വേറെ വരുന്നത് തന്നെ ആയിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ എപ്രിലിയ RS 457ൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് എപ്പോഴും പറയണ പോലെ തന്നെ വേറൊരു വണ്ടിയുമായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ബൈ.